വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഒത്തിരി പേര് ജയിലിനകത്താണ്, സ്വതന്ത്രമായി നടക്കുന്നെങ്കിലും ദേ ആർ ഇൻ സം ജയിൽ. ബട്ട് ഐ ഹാവ് എ ഗ്രേറ്റ് ന്യൂസ് ഫോർ യു. ജീസസ് ക്യാൻ ബ്രേക്ക് എനി ജയിൽ ദാറ്റ് യു ആർ ഇൻ. ഏത് തടവറയിൽ കിടന്നാലും അതിൽ നിന്ന് പുറത്തെടുക്കുന്ന സ്വാതന്ത്ര്യം നൽകുന്നവനാണ് നമ്മുടെ യേശു. ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ കാണുക, മറ്റുള്ളവർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഇന്നത്തെ സ്പോൺസേഴ്സിനായി നമുക്കൊന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. അതിനുശേഷം ഇന്ന് ഐ ആം റിയലി എക്സൈറ്റഡ്. ഗോഡ് ഈസ് ഗോയിങ് ടു ഡു സംതിങ് ബിഗ് ടുഡേ ഇൻ യുവർ ലൈഫ്. ഇന്നത്തെ ആദ്യത്തെ സ്പോൺസർ വൈക്കത്ത് നിന്ന് ഗിരിധർ മനു ആണ്. ജൂൺ 5 അദ്ദേഹത്തിന്റെ ജന്മദിനമായിരുന്നു. ജൂൺ 5 ജന്മദിനമായിരുന്നു. കഴിഞ്ഞു. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ ഗിരിധർ. കർത്താവേ, ഗിരിധർ മനുവിന് നല്ലൊരു ജോലി ലഭിച്ചതിന്റെ നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിരിക്കുന്നത്. ആത്മീയവും ഭൗതികവുമായ നന്മകൾ കുടുംബത്തിൽ വരുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ കർത്താവേ, അടുത്ത നമ്മുടെ സ്പോൺസർ അമ്പനാഥിൽ നിന്ന് ശശികല പിള്ളയാണ്. താങ്ക് യു സോ മച്ച് ശശികല പിള്ള. കർത്താവ്, ശശികലയുടെ കിഡ്നി ക്രോണിക് IgN എന്ന രോഗവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകൾ ഐശ്വര്യയുടെ ഓവറിയിലെ സിസ്റ്റും മകൻ അഖിലിന്റെ ബ്രെയിനകത്തുള്ള സിസ്റ്റും സൗഖ്യമാകുവാൻ വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ഭർത്താവ് വിനോദിന്റെ ദുശീലങ്ങൾ മാറുവാൻ വേണ്ടി കൂടെ ഞങ്ങളിപ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കും ഇതുപോലെ ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്ത ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു സ്പോൺസറായി പങ്കാളിയായി മാറാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ ഇപ്പോൾ ആരാധിക്കാം. ദിനം തോറും എൻ പ്രിയൻ വാലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു. ദിനം തോറും സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ. പ്രതികൂലമനവധി വന്നിടിലും വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. പ്രലോഭനമനവധി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. എന്നാഥൻ നടത്തിടും അന്ത്യം വരെ. ലോകചരിത്രത്തിൽ ഒത്തിരി ഈ ജയിൽ ബ്രേക്കിംഗ് നടന്നിട്ടുണ്ട്. അതിനെന്താ പറയാ? ജയിൽ ഭേദനം, ഭവനഭേദനം എന്നൊക്കെ പറയുന്ന പോലെ ജയിൽ ഭേദനങ്ങൾ നടന്നിട്ടുണ്ട്. പല രീതിയിൽ അത് നടക്കാം. ചില സമയത്ത് തടവ് പുള്ളികൾ, ഈ പ്രിസണേഴ്സ് എല്ലാവരും കൂടെ
കുറേ നാൾ ജയിലിൽ കിടന്നിട്ട് ജയിലിനകത്തൊരു വിപ്ലവം ഉണ്ടായി. വിപ്ലവം എന്നാണ് അതിനെ പറയണതെന്ന് എനിക്കറിഞ്ഞൂടെ. ഒരു റിവോൾട്ട് ഉണ്ടായി. ജയിൽ പുള്ളികളെല്ലാം കൂടെ ജയിലൊക്കെ അടിച്ച് പൊളിച്ച് ജയിലധികാരികളൊക്കെ ചിലപ്പോൾ കൊന്നുകളഞ്ഞിട്ട് ജയിൽ ഭേദനം നടത്തി ഇവരങ്ങ് സ്വതന്ത്രമാവും. ദാറ്റ് ഈസ് വൺ സിനേറിയോ. മറ്റൊരു സിനേറിയോ പ്രത്യേകിച്ച് യുദ്ധത്തടവുകാരാണെങ്കിൽ, എന്താ പറയുന്നത്, പ്രിസണേഴ്സ് ഓഫ് വാർ. യുദ്ധത്തടവുകാരാണെങ്കിൽ അവർക്ക് പലപ്പോഴും ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം മറ്റൊരു രാജ്യത്ത് അതിനേക്കാൾ വളരെ ബലമുള്ള മറ്റൊരു രാഷ്ട്രത്തിൻ്റെ കീഴിലാണെങ്കിൽ ഇവർക്കിങ്ങനെ റിവോൾട്ട് ഉണ്ടാക്കി എല്ലാം തകർത്തൊന്നും പുറത്തു വരാൻ സാധ്യമല്ല. അതിനുള്ള സ്വാതന്ത്ര്യമോ അതിനായി ഒരുമിച്ച് മത്സരിക്കുവാനുള്ള ഒരു ഏകോപനമോ ഒന്നും അവിടെ നടക്കില്ല. സോ വാട്ട് ഹാപ്പൻസ് ഈസ്, അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാജ്യത്ത് നിന്ന് ഒരു മിലിറ്ററി ഫോഴ്സ് വന്ന് ഇവരെ ജയിച്ച്, ഈ രാജ്യത്ത് അതിക്രമിച്ച് കയറി ആ ജയിലിൽ ചെന്ന് ആ ജയിൽ തകർത്ത് ഇവരെ പുറത്തു കൊണ്ടുവരും. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ so many people in this world are still in jail. They are living in prison-like experiences. അവരുടെ ജീവിതത്തിൽ അവരെന്തിൻ്റെയൊക്കെയോ തടവറയിലാണ്. പല പല തടവറയിലാണ് ജനങ്ങൾ ഇന്ന് ജീവിക്കുന്നത്. Outwardly everything is okay. They may be using a car. They have all the facilities. ലോകത്തിലുള്ള എല്ലാം അവർക്കുണ്ടായിരിക്കാം. ചിലപ്പോൾ കാശും ഉണ്ടാകും, ചിലർക്ക് കാശില്ല. മനുഷ്യർ പലപ്പോഴും ഇന്നും പലവിധ ജയിലഴികൾക്കുള്ളിലാണ്. ഐ നോട്ട് ടോക്കിംഗ് അബൌട്ട് ലിറ്ററൽ prison or jail or dungeon. എന്നാൽ മനുഷ്യർ തടവറയിലായി പോകുന്ന, തടവറ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു സ്വാതന്ത്ര്യമില്ലാത്ത ഒരനുഭവം. ആ രീതിയിലായി പോകുന്ന പല പല ഒക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. അതിൽ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശുവിനെ കുറിച്ച് പറയുന്നത് ഹി കെയിം ടു സെറ്റ് ദ ക്യാപ്റ്റീവ്സ് ഫ്രീ എന്ന് വെച്ചാൽ ബദ്ധന്മാരെ അല്ലെങ്കിൽ തടവ് പുള്ളികളെ സ്വതന്ത്രരാക്കാൻ വേണ്ടിയാണ് യേശു ഭൂമിയിലേക്ക് വന്നത്. തടവ് പുള്ളികൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ കൺഫ്യൂഷൻ വരുന്നത്, സ്നാപയോഹന്നാൻ തടവിലായി, യേശു സ്വതന്ത്രമാക്കിയില്ല, തല പോയി, ഒരു പ്ലാറ്ററിൽ തല വന്നു. അപ്പോൾ ആൾക്ക് ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടായി. ഈ തടവുകാരെ സ്വതന്ത്രമാക്കാൻ വേണ്ടിയാണ് യേശു വന്നതെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം കസിനും തനിക്ക് വഴിയൊരുക്കിയവനുമായ സ്നാപയോഹന്നാനെ രക്ഷിച്ചില്ല? സോ ഇറ്റ് ഹാസ് എ ഡീപ്പർ മീനിങ്. സാധാരണ ഒരു സബ് ജയിലിലോ അതിനേക്കാൾ വലിയ ജയിലിലോ തിഹാർ ജയിലിലോ സെൻട്രൽ ജയിലിലോ ഒക്കെ കിടക്കുന്ന ആളുകളെ വിടുവിക്കുക എന്നതിനപ്പുറത്ത് കർത്താവ് വലിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. തടവിലായിരുന്ന സമയത്ത്, അതായത് ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രക്ഷിക്കപ്പെട്ട ആയിരക്കണക്കിന് പേരുണ്ട്. ആയിരക്കണക്കിനല്ല, അതിൽ കൂടുതൽ. അതിനകത്ത്, ജയിലിനകത്ത് അങ്ങനെ അവരോട് മാത്രം സുവിശേഷം പറയുന്ന ഒത്തിരി മിനിസ്ട്രികളുണ്ട്. പ്രിസൺ മിനിസ്ട്രി ധാരാളമുണ്ട്, ഒത്തിരി ഉണ്ട്. ലോകമെമ്പാടുമുണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് പ്രിസൺ മിനിസ്ട്രി. അപ്പം അങ്ങനെ ആ പ്രിസൺ മിനിസ്ട്രി ചെയ്യുന്ന ആളുകൾ സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് ഈ ജയിലുകളിൽ ചെന്ന് സുവിശേഷം അറിയിച്ച്, അവിടെ അധികവും ക്രിമിനൽ സ്വഭാവമുള്ളവരും മോഷ്ടാക്കളും വിവിധ ഒത്തിരി കുറ്റകൃത്യങ്ങൾ ചെയ്തവരൊക്കെയാണ് അതിൻ്റെ അകത്ത്. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നവരെ ട്രാൻസ്ഫോം ചെയ്ത ശേഷം ജയിലിനകത്ത് സഭകളുണ്ട്, ജയിലിനകത്ത് സ്നാനങ്ങൾ നടക്കുന്നുണ്ട്, ജയിലിനകത്ത് ഭയങ്കരമായ വർഷിപ്പ് സർവീസ് നടക്കുന്നുണ്ട്. ഞാൻ ഒരാളുടെ അനുഭവം വായിച്ചിട്ടുണ്ട്, ജോൺ ബിവിയർ. അദ്ദേഹം ആഫ്രിക്കയിൽ ഒരു സ്ഥലത്ത് ഗസ്റ്റ് സ്പീക്കറായിട്ട് അദ്ദേഹത്തെ വിളിച്ചു. അവിടെയുള്ള ആളുകൾ ആഫ്രിക്കയിൽ ഒരു ജയിലിൽ കൊണ്ടുപോയി ശുശ്രൂഷയ്ക്കുണ്ട്. സൺഡേ കൊണ്ടുപോയി. അദ്ദേഹം പറയുന്നത്, ഹി ജസ്റ്റ് ഓപ്പൺഡ് ഹിസ് മൗത്ത് ആൻഡ് സ്പോക്ക് എ ഫ്യൂ വേർഡ്സ് ആൻഡ് ദ ഹോളി സ്പിരിറ്റ് കേം ഡൗൺ ബാം. പരിശുദ്ധാത്മാവ് ശക്തമായ, എന്നാൽ വലിയ പ്രസംഗമൊന്നും പ്രസംഗിക്കാൻ പറ്റില്ല, അതുപോലെയാണ് ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്തത്. ആൻഡ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് വർ ടേക്കിംഗ് പ്ലേസ്. ഭയങ്കരമായ അത്ഭുതങ്ങളും വിടുതലുകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരുന്നു. ഞാൻ പറയാൻ വന്നത്, കർത്താവ് ജയിലിനകത്തും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഒരുപക്ഷെ അവർ രക്ഷിക്കപ്പെട്ടു എന്നുകൊണ്ട് പിറ്റേ ദിവസം ജയിൽ വിമോചിതരാകണമെന്നില്ല. ബട്ട് ദേ ആർ എൻജോയിങ് ഫ്രീഡം ഇൻസൈഡ് ദ ജയിൽ, സ്പിരിച്വലി, മെന്റലി, ഇമോഷണലി. ജയിലിനകത്ത് കിടന്നുകൊണ്ട് സ്വാതന്ത്ര്യം അനുഭവിച്ച വേറെ ആളുടെ പേര് പറയാമോ?
പൗലോസ്, പൗലോസ്, ശീലാസ്, ഈവൻ പത്രോസ്. അതെ, തടവുള്ളികളായിരിക്കുമ്പോൾ തന്നെ അവർ സ്വതന്ത്രരാണ്. ആമേൻ. പൗലോസ് തന്നെ പറയുന്നത് ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായ, അതായത് വേറൊരു ഭാഗത്ത് പറഞ്ഞു, ഞാൻ അവൻ്റെ ചങ്ങല വഹിക്കുന്നു, ചൂടടയാളം വഹിക്കും, ഇങ്ങനെ കുറേ പറയുന്നുണ്ട്. അപ്പോൾ ചങ്ങലയിൽ കിടക്കുമ്പോൾ തന്നെ താൻ സ്വതന്ത്രനായിരുന്നു. അപ്പോൾ സാക്ഷാൽ സ്വാതന്ത്ര്യം എന്നുദ്ദേശിക്കുന്നത് ശരീരത്തിൻ്റെ സ്വാതന്ത്ര്യമോ നമുക്ക് എവിടെയും യാത്ര ചെയ്യാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യമോ ഒന്നുമല്ല. അതിനപ്പുറത്ത് അൻ ഇൻവേർഡ് ഫ്രീഡം, അല്ലേ, അകത്തൊരു സ്വാതന്ത്ര്യം, ലൈഫിലൊരു സ്വാതന്ത്ര്യം. ഇതാണ് പ്രൈമറിലി കർത്താവിൻ്റെ ശുശ്രൂഷയിൽ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡിൽ വളരെ വ്യക്തമായി ശക്തമായി മുഴു ലോകത്തോടും വിളിച്ചു പറയുകയാണ്, ഇഫ് യു ആർ ഇൻ സം കൈൻഡ് ഓഫ് ബോണ്ടേജ്, സം കൈൻഡ് ഓഫ് പ്രിസൺ ലൈക്ക് എക്സ്പീരിയൻസ്, അകത്ത് ചിന്തകളിൽ സ്വാതന്ത്ര്യമില്ല, എന്തിൻ്റെയെങ്കിലുമൊക്കെ അടിമത്തം ഉണ്ടെങ്കിൽ, ദിസ് ഈസ് ദ ബിഗ് ന്യൂസ്, ദിസ് ഈസ് ദ ഗ്രേറ്റ് ന്യൂസ്. കർത്താവ് അങ്ങനെയുള്ളവരെ സ്വതന്ത്രമാക്കാനാണ് ഈ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. ഈ ജയിൽ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ജയിലുണ്ട്. ഉദാഹരണത്തിന് ഡിപ്രഷൻ ഈസ് എ ജയിൽ, വിഷാദ രോഗം. എനിക്കൊന്ന് വിഷാദ രോഗത്തിന് അടിമകളായി ഒത്തിരി പേർ ഭൂമിയിലുണ്ട്. ദേ ഹാവ് എവറിത്തിങ് ബട്ട് ദേ ആർ സാഡ്, ദേ ആർ ഇൻ ടു ഡിപ്രഷൻ. എല്ലാം ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള പലരെ എനിക്ക് പേഴ്സണലി അറിയാം. ജീവിതത്തിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്, പക്ഷെ ദേ ആർ ഗോയിങ് ഇൻ ടു ഡിപ്രഷൻ. ഇത് സാത്താൻ്റെ ഭയങ്കരമായൊരു വേലയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്, അങ്ങനെയുള്ളവർക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. മറ്റന്നാളല്ല, നാളെയല്ല, അടുത്ത ആഴ്ചയല്ല, ഇന്ന്. എല്ലാവരും പറഞ്ഞു ഇന്ന്. എല്ലാവരും ലൈവ് ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്ത് ടുഡേ, ഇന്ന്, 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 ആജ്, ഇന്ന്. എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇന്ന് സ്വാതന്ത്ര്യമുണ്ട്. പറഞ്ഞേ, ഇന്ന് സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. അവരവരങ്ങ് വിശ്വാസത്താൽ കൈ ഉയർത്തിയൊക്കെ അങ്ങ് പ്രഖ്യാപിച്ചേ, ഇന്ന് എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ട്, ഉണ്ട്, ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ സ്വാതന്ത്ര്യം പല തരത്തിലാണ് ആവശ്യമുള്ളത്. ഒന്ന് ഡിപ്രഷൻ, ഞാൻ പറഞ്ഞു. പോവർട്ടി ക്യാൻ ബി എ ബോണ്ടേജ്. ചിലരെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യത്തിൻ്റെ ഭയങ്കരമായ ഇതിൽ കിടക്കുമ്പോൾ അതൊരു ബോണ്ടേജായിട്ട് വരാം. എന്ന് പറഞ്ഞാൽ ഡ്രീംസ് ഒന്നും പുറത്തേക്ക് വരുന്നില്ല, റിസോഴ്സസ് ഇല്ല, പണമില്ല. പണമില്ലാത്തതിനാൽ അതിഭയങ്കരമായി ഒന്നും വിരിഞ്ഞു വരാതെ ലിമിറ്റഡായി പോകുന്ന അനുഭവങ്ങളുണ്ട്. ഞാൻ ഈ ആഴ്ചയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്ന അങ്ങനെയുള്ളവർക്കൊക്കെ ഭയങ്കര വിടുതലാണ്. അതുകൊണ്ട് ഈ ആഴ്ചയിൽ എപ്പിസോഡുകൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുക്കാമോ അത്രയും പേർക്ക് എത്തിച്ചു കൊടുക്കണം. എല്ലാവർക്കും ഒരു 2 ലക്ഷം രൂപ വീതം കൊടുക്കാൻ ആഗ്രഹമുണ്ട് ബ്രദർ. അതിനേക്കാൾ വലുതാണിത്. 2 ലക്ഷം രൂപ കൊടുത്താൽ ചിലരൊക്കെ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ അതെല്ലാം അപ്പം തന്നെ കളയും. എന്നാൽ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ശക്തിയേറിയ സന്ദേശം ചിലരിൽ എത്തിച്ചാൽ എനിക്ക് തോന്നുന്നു അതിലൂടെ ലഭിക്കാൻ പോകുന്ന സ്വാതന്ത്ര്യം അതിഭയങ്കരമായിരിക്കും. അതിലൂടെ കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തന്നെ വളരെ വലിയ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് ഡിപ്രഷൻ ഞാൻ പറഞ്ഞു, അടുത്തൊരു ജയിലാണ് പോവർട്ടി. ഒരു ജയിലാകാം, സിക്നസ് ഒരു ജയിലാകാറുണ്ട്. ഒത്തിരി പേരും രോഗത്തിൻ്റെ ഒരു ബന്ധനം, എന്താ പറയുക, രോഗത്തിൻ്റെ ഒരു ചങ്ങല, അതിൻ്റെ അകത്ത് കിടന്ന് ശരിയായ രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ബുദ്ധിമുട്ടുന്ന ഒത്തിരി പേരെയും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ചിലർക്ക് ആ ഒരു ബന്ധനത്തിലായിക്കൊണ്ട് അതിൽ തന്നെ നിൽക്കുക എന്ന് പറയുന്നത് ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു കംഫർട്ട് സോൺ ആയിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ ആളുകളുടെയും എന്താ പറയാ സിമ്പതി കിട്ടുന്നു, ഹെൽപ്പ് കിട്ടുന്നു, അപ്പൊ അതൊരു ഭക്ഷണം കൊണ്ടുവന്ന് മുറിയിൽ കൊടുക്കും, വയ്യല്ലോ എന്ന് പറയുമ്പോൾ അപ്പൊ അതൊരു കംഫർട്ട് സോൺ ആയിട്ട് ചില ആളുകൾ മാറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെയും അതൊരു ജയിലായിട്ട് മാറാറുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതൊരിതാണ്. എന്നാൽ ഒരു പക്ഷേ അതിനേക്കാൾ കടുപ്പമുള്ള ചില ബന്ധനങ്ങളുണ്ട്, അല്ലെങ്കിൽ ജയിലുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഡീമൺ പൊസഷൻ. ചില ആളുകളുടെ മനസ്സിനെ അല്ലെങ്കിൽ അവരുടെ ആത്മാവിനെ, ശരീരത്തെയും പൈശാചിക ശക്തികൾ സ്വാധീനിച്ച് ബാധിച്ച് അവരെ കൺട്രോൾ ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് വരും.
എപ്പോഴും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, എ ചൈൽഡ് ഓഫ് ഗോഡ് ക്യാൻ നെവർ ബി പൊസസ്ഡ് ബൈ ഡീമൺസ്. ശരിക്കും രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ ഒരിക്കലും സാത്താനെ ബാധിക്കാൻ സാധ്യമല്ല, കംപ്ലീറ്റ്ലി പൊസസ് ചെയ്ത് നിയന്ത്രിക്കാൻ സാധ്യമല്ല. എന്നാൽ ഈവൻ ചിൽഡ്രൻ ഓഫ് ഗോഡ് ഇൻ ദെയർ സെർട്ടൻ ഏരിയസ് ക്യാൻ ബി ഡീമനൈസ്ഡ്. എന്ന് വെച്ചാൽ അവരുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിൽ പൈശാചിക ശക്തികൾ വന്ന് സ്വാധീനം ചെലുത്തി ചില കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാം. ഇത് രണ്ടും രണ്ടാണ്. ഡീമൺ പൊസഷൻ ഈസ് സംതിങ് എൽസ്, ഡീമനൈസേഷൻ ഈസ് സംതിങ് എൽസ്. ഒരാളെ പൊസസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇപ്പോൾ ഗദരദേശത്തെ ഭൂതഗ്രസ്തൻ കംപ്ലീറ്റ്ലി പിശാച് കയ്യിലെടുത്ത് ഉപയോഗിക്കുന്ന ഒരു ആയുധമായിരുന്നു, ഒരു പാത്രമായിരുന്നു. എന്നാൽ ചില ആളുകളുടെ ലൈഫിൽ, ഇപ്പോൾ പത്രോസിൻ്റെ ഒരു ഘട്ടത്തിൽ യേശു തന്നെ അവനെ സാത്താൻ എന്ന് വിളിക്കുന്നുണ്ട്. സാത്താൻ വന്ന് അവനിൽ ചിലത് ഇൻഫ്ലുവൻസ് ചെയ്ത് അവനെക്കൊണ്ട് ചിലത് യേശുവിനെതിരെ, ദൈവിക പദ്ധതികൾക്കെതിരെ സംസാരിപ്പിച്ചു. അതൊക്കെ ഡീമനൈസേഷൻ എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പുള്ളി ഒരു അപ്പസ്തോലൻ ആണ്, അപ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഇത് രണ്ടും വ്യത്യസ്തം. എന്നാൽ ഈ ഡീമൺ പൊസഷനിലേക്ക് വരുമ്പോൾ, ഒരു മകൾക്ക് ഭൂതോപദ്രവമുണ്ടായിട്ട് ഒരമ്മ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പറയും, കനാന്യ സ്ത്രീ. പിന്നെ വേറൊരു സ്ഥലത്തൊരു മകന് പ്രയാസം ഉണ്ടായിട്ട് ഭൂതം ബാധിച്ചിട്ട് യേശു സൗഖ്യമാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ആ ബാലികയെ അല്ലെങ്കിൽ ആ വ്യക്തിയെ മുഴുവനും പിശാച് കൺട്രോൾ ചെയ്യും. ദാറ്റ് ഈസ് എ സ്ട്രോങ് പ്രിസൺ, അതിൻ്റെ അകത്താണ് കിടക്കുന്നത്. അങ്ങനെയുള്ളവർക്കും യേശു കർത്താവ് സ്വാതന്ത്ര്യം കൊടുക്കുന്നു. പിന്നെ ബാഡ് ഹാബിറ്റ്സ് ഒരു തടവറയായിട്ട് മാറാം. ചില ദുശ്ശീലങ്ങൾ, ചിലതിൽ പെട്ടുപോയാൽ പുറത്തു വരിക എന്ന് പറയുന്നത് നിസ്സാരമല്ല. പുറത്തു വരാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വരും. പക്ഷേ അങ്ങനെയുള്ളവരെയും വിടുവിക്കാനാണ് യേശു വന്നത്. അപ്പം ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തിനെന്ന് ചോദിച്ചാൽ, ഇന്ന് ഈ ബ്ലെസ്സിങ് ടുഡേ കാണുന്ന ഏവർക്കും സ്വാതന്ത്ര്യം ഉണ്ട്. ആ സ്വാതന്ത്ര്യം നൽകുന്നവനാണ് യേശു. ജീസസ് ക്യാൻ ഗിവ് യു ഫ്രീഡം. ജീസസ് ക്യാൻ സെറ്റ് ദ ക്യാപ്റ്റീവ്സ് ഫ്രീ. ജീസസ് ക്യാൻ ലിബറേറ്റ് യു. ജീസസ് ക്യാൻ ഗിവ് യു ടോട്ടൽ ഫ്രീഡം. കാരണം യേശുവിന് തകർക്കാൻ കഴിയാത്ത ഒരു ജയിലില്ല. ജീസസ് ക്യാൻ ബ്രേക്ക് എനി ജയിൽ that you are in. ഇനി ശക്തമായി അത് തന്നെ ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. മറ്റൊന്ന് ഫൈനാൻഷ്യൽ ബോണ്ട്. ഇത് പറഞ്ഞു, കേഴ്സസ് ചിലരുടെ ജീവിതത്തിൽ ശാപങ്ങൾ വന്നിട്ട് അതൊരു ജയിലായിട്ട് മാറി. ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ദർശനമുണ്ട്, പല കിനാക്കളുണ്ട്. പക്ഷേ ശാപത്തിന് കീഴിൽ കിടക്കുന്നതുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ കഴിയുന്നില്ല. ഞാൻ എൻ്റെ ഉള്ളിലെ വിശ്വാസത്തിൽ ഞാൻ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്, ഈ നിമിഷങ്ങളിൽ, ഈ ദിവസങ്ങളിൽ കർത്താവ് നിങ്ങളെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. അത് വിശ്വസിക്കാമെങ്കിൽ ഇപ്പോൾ സ്തുതിക്കണം, ഇപ്പോൾ നന്ദി പറയണം, ഇപ്പോൾ കർത്താവിന് നന്ദി പറയണം. മദ്യപാനം പലർക്കും ഒരു ജയിലാണ്. കാരണം അതില്ലെങ്കിൽ പിന്നെ ഒന്നും നടക്കാത്തതുപോലെ. അതുപോലെ അങ്ങനെ വന്ന് മറ്റൊന്നാണ് സിൻസ്. എനി കൈൻഡ് ഓഫ് സിൻ ക്യാൻ ബി എ ബോണ്ടേജ്, ക്യാൻ ബി എ ജയിൽ. പലരും അതിനകത്ത് പെട്ടുപോവുകയാണ്. സത്യം പറഞ്ഞാൽ മാനവരാശി മുഴുവൻ, മനുഷ്യവംശം മുഴുവൻ അതിൻ്റെ അകത്ത് പെട്ടുപോയി. ഏറ്റവും വലിയ തടവറയിൽ പെട്ടുപോയി മനുഷ്യർ മുഴുവൻ. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കി കളഞ്ഞു. എല്ലാവരും, ഒരാളെ പോലും അതിൽ നിന്ന് നമുക്ക് എക്സ്ക്യൂസ് ഇല്ല. എല്ലാവരും അതിൽ നിന്നും നമ്മെ സ്വതന്ത്രമാക്കാൻ വേണ്ടി കൂടിയാണ് യേശു വന്നത്. ഓൾറൈറ്റ്. അതുപോലെ ഏറ്റവും അവസാനം വരുന്ന മറ്റൊന്നാണ് ഡെത്ത്, മരണം. ആർക്കും അതിൽ നീക്കുപോക്കില്ല. എന്നാൽ അതിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും യേശു കർത്താവ് തൻ്റെ കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ സ്ഥാപിച്ചു കഴിഞ്ഞു. സോ ജീസസ് ക്യാൻ ബ്രേക്ക് എനി ജയിൽ. ഏതൊരു തടവറയെയും ഭേദിക്കുവാൻ യേശുവിന് സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞത്. നമുക്കൊരു വചനം വായിച്ചില്ലെങ്കിൽ ആളുകൾ എന്തു പറയും? നമുക്കൊരു വചനം വായിക്കാം. ലൂക്ക് 11:21 and 22. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ 21-22 വചനങ്ങളിൽ, when a strong man fully armed guards his own house, his possessions are safe.
But when someone stronger attacks and overpowers him, he takes away the armor in which the man trusted and divides up his plunder. ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. അവനിലും ബലവാനായവൻ വന്ന് അവനെ ജയിച്ച് എങ്കിലോ അവൻ ആശ്രയിച്ചിരുന്ന സർവായുധ വർഗം പിടിച്ചു പറിച്ച് അവൻ്റെ കൊള്ള പകുതി ചെയ്യുന്നു. ഇതിനെ പല രീതിയിൽ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷേ I would like to interpret this portion of the scripture this way. When a strong man, fully armed, guards his own house, his possessions are safe. ബലവാൻ ആയുധം ധരിച്ച് തൻ്റെ അരമന കാക്കുമ്പോൾ അവൻ്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കുന്നു. വളരെ ഉറപ്പോടെ ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. എന്നാൽ അവനേക്കാൾ ബലവാനായവൻ, അവനിലും ബലവാനായവൻ വന്ന്. അപ്പോൾ ഇവിടെ ഒരു സ്ട്രോങ് മാൻ ഉണ്ട്, ഒരു സ്ട്രോങ്ങർ മാൻ ഉണ്ട്. I want to put it this way. The strong man represents the devil. ഇവിടെ ബലവാൻ എന്ന് പറയുന്നത് അവിടെ പിശാചാണ്. അവനേക്കാൾ ബലവാനായവൻ ആരാണ്? യേശു കർത്താവ്. ഈ ബലവാൻ അവൻ്റെ എല്ലാം കൂടി കാത്ത് പരിപാലിച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ അവൻ്റെ തടവറയിൽ ഒത്തിരി പേരെ ഇട്ട് അവനിങ്ങനെ കൈവശമാക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ അവനേക്കാൾ ബലവാനായവൻ വന്നിട്ട് അവനെ ജയിച്ച്. ദ സ്ട്രോങ്ങർ മാൻ ഓവർപവേഴ്സ് ദ സ്ട്രോങ് മാൻ. അപ്പോൾ ബലവാനെ അതിനേക്കാൾ ബലവാനായവൻ വന്ന് ജയിച്ചിട്ട് അവൻ്റെ പ്ലണ്ടർ മുഴുവനും പറിച്ചെടുക്കുന്നു. ആ പ്ലണ്ടർ എന്ന് പറയുന്നത് നമ്മളാണ്, അവൻ്റെ കൊള്ള. അവൻ കട്ടുകൊണ്ടുപോയി വെച്ചിരിക്കുന്നതിനെ അവൻ ലിബറേറ്റ് ചെയ്ത് മാറ്റുന്നു. ബിക്കോസ് വി ആർ ദ ക്യാപ്റ്റീവ്സ്, വി വേർ ദ ക്യാപ്റ്റീവ്സ്. നമ്മളായിരുന്നു തടവ് പുള്ളികൾ. അങ്ങനെ ആ സാത്താനെ യേശു ജയിക്കുന്ന ഒരു കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. മറ്റൊരു വചനം കൂടെ നമുക്ക് നോക്കാം. കൊലോസിയൻസ് 2 വേഴ്സ് നമ്പർ 15. കൊലോസ് ലേഖനം 2:15 നമ്മൾ കാണുന്നത്, ആൻഡ് ഹാവിംഗ് ഡിസോൾവ്ഡ് the powers and authorities, he made a public spectacle of them, triumphing over them by the cross. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വേഴ്സാണ് കൊലോസിയൻസ് 2:15. ഹാവിംഗ് ഡിസോൾവ്ഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ കണ്ടില്ലേ, ബലവാനായവൻ, സ്ട്രോങ് മാൻ. അവനെന്തുണ്ട്? അവൻ ആയുധം ധരിച്ച് എല്ലാം കാത്ത് സൂക്ഷിക്കുകയാണ്, അവൻ്റെ കൊള്ള. എന്നാൽ അവനേക്കാൾ അതിബലവാനായ വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ ഡിസോൾവ് ദ പവേഴ്സ് ആൻഡ് അതോറിറ്റീസ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ആയുധം വെച്ച് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തോറ്റു, തുന്നമ്പാടി, തൊപ്പിയിട്ടു, ഇനി ഒരായുധം കയ്യിലില്ല, എന്ത് പറഞ്ഞാലും അനുസരിച്ചോളാം. അതുപോലെ കീഴ്പ്പെടുന്ന ഒരു അനുഭവം. ആയുധം വെച്ച് കീഴടങ്ങി. എന്നിട്ട് അവൻ്റെ മേൽ ജയോത്സവം കൊണ്ടാടി. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ജീസസ് സ്ട്രിപ്ഡ് അവേ ദ ഡെവിൾ ഓഫ് ഹിസ് പവർ ആൻഡ് വെപ്പൺസ്. പിശാചിൻ്റെ ശക്തിയെയും അവൻ്റെ ആയുധങ്ങളെയും യേശു കർത്താവ് എടുത്തു കളഞ്ഞു. അത്ര ഭയങ്കരമായ ഒരു പ്രവൃത്തിയാണ് യേശു കർത്താവ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് ഒത്തിരി പേർക്ക് അറിഞ്ഞുകൂടും. എന്തിനാണ് ഈ ബ്ലെസ്സിങ് ടുഡേ ഈ എപ്പിസോഡ് നിങ്ങൾ കാണുന്നതെന്ന് അറിയാമോ? നിങ്ങൾക്കും സ്വതന്ത്രമാകാൻ കഴിയും. ദ ലിബറേറ്റർ ഹാസ് കം, ദ ജയിൽ ബ്രേക്കർ ഹാസ് കം. ജയിലുകളെ തകർക്കുന്ന, ബന്ധനങ്ങളെ മുറിക്കുന്ന, ചങ്ങലകളെ പൊട്ടിക്കുന്ന, കാരാഗൃഹങ്ങളെ അടിസ്ഥാനം വരെ ഇളക്കി മുഴുവൻ തകർത്ത് കളയുന്ന യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നു. ജനങ്ങൾ ഇന്ന് പെട്ടിരിക്കുന്ന സകല ട്രാപ്പുകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും വിടുവിച്ച് അവരെ സ്വതന്ത്രമാക്കി നല്ലൊരു ഭാവിയിലേക്ക് കൊണ്ടുപോകുവാൻ യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, എന്ത് തടവറയിലാണ് നിങ്ങൾ കിടക്കുന്നത്? എവിടെയാണ് സ്വാതന്ത്ര്യം വേണ്ടത്? മനസ്സിലാണോ? ആത്മാവിലാണോ? മറ്റേതെങ്കിലും മേഖലകളിലാണ്? ഒരു പാപത്തിൽ നിന്നാണോ? ഒരു അടിമത്തത്തിൽ, ഒരു ബാഡ് ഹാബിറ്റിൽ നിന്നാണോ? പൈശാചിക ശക്തികളിൽ നിന്നാണോ? എന്തിലും ഒരു സ്വാതന്ത്ര്യം നൽകുവാൻ കർത്താവ് സന്നിഹിതനാണ്. ഹല്ലേലൂയ. wherever you are, you can pray right now. എല്ലാവരും ഒന്ന് ഇങ്ങോട്ടൊന്ന് കൈ നീട്ടി പിടിക്കാം. ഞങ്ങൾ അങ്ങോട്ടും കൈ നീട്ടാം. കാരണം നിങ്ങളുടെ കൈക്കും ഞങ്ങളുടെ കൈക്കും മധ്യത്തിൽ
യേശു കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ലങ് ക്യാൻസർ ഉള്ള ആരെയോ കർത്താവ് സൗഖ്യമാക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ശ്വാസകോശങ്ങളോടനുബന്ധിച്ചുള്ള രോഗങ്ങൾ മിറാക്കുലസ്ലി സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ലോവർ ബാക്ക്, നട്ടിലിൻ്റെ താഴെ ഭാഗത്തായി പ്രയാസം അനുഭവിക്കുന്നവർ യേശു കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ്. അതുപോലെ തന്നെ ഷുഗർ മൂർച്ഛിച്ച്, ഷുഗർ കൂടിയിട്ട് ലെവൽ കൂടി ഭയങ്കര പ്രയാസം അനുഭവിക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിലുള്ള സ്വാതന്ത്ര്യത്തെ ഇപ്പോൾ പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. സ്മോക്കിംഗ് ഹാബിറ്റിൽ ചിലരെ പുറത്തു വരികയാണ്. പൈശാചിക ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാകട്ടെ. പൈശാചിക ശക്തികളിൽ നിന്ന് ജനങ്ങൾ സ്വതന്ത്രമാകട്ടെ. വിട്ടുമാറിപ്പോട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. ഹല്ലേലൂയ. ദൈവിക സമാധാനത്താൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഞങ്ങളുടെ 2 വർഷം സിസ്റ്റർ എൻ്റെ മേശപ്പുറത്ത് ബുക്സ് ഇരിക്കുന്നത് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒത്തിരി അനൗൺസ്മെൻറ്റുകൾ കൊടുത്തിരുന്നു. ഒത്തിരി പേർക്ക് ബുക്സ് കിട്ടിയെന്ന് പറഞ്ഞു. ഇതിനാകെ ഇത് നല്ല എമൗണ്ട് ഉണ്ട്. പക്ഷേ ബ്ലെസ്സിങ് ടുഡേ ഒരു ഗിഫ്റ്റായി എല്ലാവർക്കും നൽകുകയാണ്. നിങ്ങളാകെ ചെയ്യേണ്ടത് അതിൻ്റെ പോസ്റ്റൽ ചാർജും ഹാൻഡ്ലിംഗ് ചാർജും മാത്രം കൊടുത്താൽ മതി. ജസ്റ്റ് 200 rupees. എൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ നിന്ന് ലഭിക്കും. ഇതുപോലൊരവസരം ഇനി വരുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ദിസ് ഈസ് ടു ബ്ലെസ് യു. തമിഴ് പ്രേ ഡയറി എത്രയും വേഗം ഇറങ്ങുന്നുണ്ട്. അത് എല്ലാ തമിഴ് കുടുംബങ്ങൾക്ക്, കേരളത്തിലുള്ളവർക്ക് ആദ്യമായി ഗിഫ്റ്റായി തികച്ചും സൗജന്യമായി കൊടുക്കാനുള്ള പദ്ധതി രൂപീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഈ ആഴ്ചയിലെ സീരീസ് വളരെ പ്രധാനപ്പെട്ടാണ്. എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ. This is a breaking news. This is a good news. ഇത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്, ഒരു ഗുഡ് ന്യൂസ് ആണ്. In this pandemic season, Blessing Today is planning something, a huge project to help you grow in the Lord. കർത്താവിൽ വളരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ വലുതായിട്ടുള്ള ഒരു പദ്ധതി ബ്ലെസ്സിംഗ് ടുഡേ പ്ലാൻ ചെയ്യുകയാണ്. This is about the bunch of books that we are going to distribute everywhere. എല്ലായിടത്തേക്കും ഒരു കൂട്ടം പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഈ ഒരു പദ്ധതി എന്നുള്ളത്. This is almost free of cost. ഇത് ഏതാണ്ട് ഇത് ഫ്രീ ആണ്. But you need to pay only the postage and the handling charges. നിങ്ങൾ അതിനുവേണ്ടി നൽകേണ്ടത് പോസ്റ്റേജും അത് കൈകാര്യം ചെയ്യുവാനുള്ള പണവും മാത്രമാണ്. The list of the set of books that we are going to give you is worth maybe around 1000 rupees. ഞങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന പുസ്തകക്കൂട്ടത്തിന് നൽകേണ്ടുന്ന വില യഥാർത്ഥത്തിൽ ഏതാണ്ട് 1000 രൂപയാണ്. But you need to pay just 200 rupees as postage and handling charges. എന്നാൽ നിങ്ങൾ അതിനുവേണ്ടി നൽകേണ്ട തുക എന്നുള്ളത് വെറും 200 രൂപ മാത്രമാണ്. അത് പോസ്റ്റേജ് ഇനത്തിലും മറ്റ് അതിന്റെ പാക്കിങ്ങിനും വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. Maybe some of these Blessing Today titles you already have. ബ്ലെസ്സിംഗ് ടുഡേയുടെ ചില ടൈറ്റിലുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കും. But get different sets of these books so that you can give to others as gifts. എന്നാൽ ഇത്തരത്തിലുള്ള ഈ പുസ്തകക്കൂട്ടം നിങ്ങൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇത് വിതരണം ചെയ്യുവാൻ സാധിക്കും. Maybe you have all the books, but what you can do is give us your friend's address. We will send the sets of book directly to them. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂട്ടുകാരുടെ അഡ്രസ് ഞങ്ങൾക്ക് തരിക. ഞങ്ങൾ ഈ പുസ്തകം അവർക്ക് അയച്ചു കൊടുക്കാം. And this is very, very, very easy. ഇത് വളരെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. Just Google Pay 200 rupees to Blessing Today Resources WhatsApp number. ഈ സമയത്ത് ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസ് വാട്സ്ആപ്പ് നമ്പറിലേക്ക് ദയവായി 200 രൂപ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക. Or you can send money order. അല്ലെങ്കിൽ നിങ്ങൾക്ക് മണി ഓർഡർ അയക്കാൻ Or സാധിക്കും. you can do a bank transfer. അല്ലെങ്കിൽ ഒരു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. All the details are shown on the screen. ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. But remember to send the image, the photo of the transaction details to the Blessing Today Resources WhatsApp number. എന്നാൽ നിങ്ങൾ ഏത് രീതിയിലാണ് പണം അയച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ വിവരങ്ങൾ, അതിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഫോട്ടോ എടുത്ത് ഇപ്പോൾ കാണുന്ന ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസിന്റെ
ഇതിന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ദയവായി അയക്കുക. Don't send it to any other WhatsApp number. മറ്റ് ബ്ലെസ്സിംഗ് ടുഡേയുടെ മറ്റ് വാട്സ്ആപ്പ് നമ്പറുകളിൽ ഈ കാര്യം അയക്കരുത് എന്നുകൂടെ ഓർപ്പിക്കുകയാണ്. Also, do remember to send in your clear, full address and phone number. അപ്പോൾ തന്നെ ഏത് വ്യക്തിക്കാണോ അയക്കേണ്ടത് അത് നിങ്ങളുടേതാണെങ്കിൽ അങ്ങനെ, മറ്റൊരു വ്യക്തിയുടേതാണെങ്കിൽ ആ വ്യക്തിയുടെ മേൽവിലാസം വളരെ വ്യക്തതയോടെ തന്നെ എഴുതി അറിയിക്കുക. And from Blessing Today office, we will be sending it as registered parcel. ബ്ലെസ്സിംഗ് ടുഡേ ഓഫീസിൽ നിന്ന് അത് രജിസ്റ്റേർഡ് പാർസലായിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. And you will be provided with the tracking number so that you can track the parcel. അത് മാത്രമല്ല നിങ്ങൾക്ക് അതിന്റെ ട്രാക്കിംഗ് നമ്പർ കൂടെ ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പാർസൽ ട്രാക്കിംഗ് രീതികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. But remember, this offer remains only till there is stock of the books. ഈ പുസ്തകത്തിന്റെ സ്റ്റോക്ക് ഉള്ളിടത്തോളം മാത്രമായിരിക്കും ഇത് ലഭ്യമാകുന്നത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുക. And in case as it progresses, if any one of the titles are we are running short, we will be sending the remaining books. ഇനി ഏതെങ്കിലും ഇതിലെ ടൈറ്റിലുകൾ ഏതെങ്കിലും പുസ്തകങ്ങൾ ഇതിനകത്ത് കുറവ് വന്നു പോയാൽ ബാക്കിയുള്ളവയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുക. And remember, we cannot send this outside India. അത് മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലേക്ക് ഞങ്ങൾക്ക് ഇത് അയക്കുവാൻ സാധ്യമല്ല എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. You need to send only 200 rupees. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അയക്കേണ്ടത് വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ 200 രൂപ മാത്രമാണ്. But if God is prompting you to send more money, no problem, it will be used for sending to others. ഇനിയിപ്പോൾ ദൈവം നിങ്ങളോട് കൂടുതൽ പണം അയക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാം. കാരണം മറ്റുള്ള അനേകർക്ക് നമുക്ക് ഈ പുസ്തകങ്ങൾ അയക്കുവാൻ സാധിക്കും. Or you can sponsor the whole set for some people. You can send 500 rupees or 1,000 rupees or 5,000 rupees or 50,000 rupees, no problem. That more and more people will be blessed. അല്ലെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയോ 5,000 രൂപയോ 50,000 രൂപയോ ഏതാണോ ദൈവം നിങ്ങളോട് പറയുന്നത് അത് കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്രദമാകുവാൻ വേണ്ടി നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. And I have also a desire in my heart. എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ ആഗ്രഹമുണ്ട്. We want to gift at least one Tamil prayer diary to every Tamil family residing in the state of Kerala. കേരളത്തിൽ താമസിക്കുന്ന ഓരോ തമിഴ് കുടുംബത്തിനും ഒരു തമിഴ് പ്രയർ ഡയറി എങ്കിലും കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. And we can work together. നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാം. And also to print these Tamil prayer diaries, you can send your financial gifts. അതുമാത്രമല്ല ഈ ഒരു തമിഴ് പ്രയർ ഡയറി പ്രിന്റ് ചെയ്യുവാനായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുവാൻ ആവശ്യപ്പെടുകയാണ്. So that we can bless all the Tamil people in the state of Kerala free of cost. അത് അങ്ങനെയെങ്കിൽ കേരളത്തിലുള്ള എല്ലാ തമിഴ് തൊഴിലാളികൾക്കും അത്തരത്തിലുള്ള കുടുംബങ്ങൾക്കും നമുക്ക് ഇത് ഫ്രീ ആയിട്ട് നൽകുവാൻ സാധിക്കും. Take your mobile phones right away, Google Pay that amount, and these books will be yours, or you can send it to other people. ഈ സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് ഇപ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്യുക. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉടനടി സ്വന്തമാകാൻ പോവുകയാണ്.